സോ ഹലോ ഗായ്സ്, പപ്പ ഗെയിമിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്നത്തെ വീഡിയോ നോക്കാൻ പോകുന്നത് നമ്മുടെ അടുത്ത അപ്ഡേഷൻ 3.4 അപ്ഡേഷനിലെ കുറച്ച് ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെയാണ്. നമ്മുടെ ബീറ്റാ വേർഷനിൽ അത് വന്നിട്ടുണ്ട്. അപ്പം അത് നിങ്ങളായിട്ടൊന്ന് ഷെയർ ചെയ്യാൻ വേണ്ടി വന്നതാണ്. അപ്പം വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, സാങ്ക്വിൻ എക്ലിപ്സ് എന്നാണ് ഇവൻറ്റിൻ്റെ പേര് വന്നിരിക്കുന്നത്. ഗൈസ്, അപ്ഡേഷന് ശേഷം നമ്മൾ നേരെ സെറ്റിങ്സിലേക്ക് പോകുക. അതിൽ അഡ്വാൻസ് സെറ്റിങ്സിൽ എടുത്തു കഴിയുമ്പോൾ ഇതിൻ്റെ ഏറ്റവും അവസാനത്തായിട്ട് നമുക്ക് ടീംമേറ്റ്സിൻ്റെ ആർമർ നമുക്ക് ഹൈഡ് ചെയ്തിടാനായിട്ട് സാധിക്കുന്നുണ്ട്. ഗൈസ്, ഇത് അണേബിൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ടീംമേറ്റ്സിൻ്റെ ആർമറൊക്കെ ലോബിയിൽ ഹൈഡ് ചെയ്യാനായിട്ട് സാധിക്കും. നേരത്തെ നമ്മുടെ മാത്രമേ പറ്റത്തുള്ളായിരുന്നു, ഇപ്പോൾ നമ്മുടെ ടീംമേറ്റ്സിൻ്റെ കൂടെ ഹൈഡ് ചെയ്യാം. ഗൈസ്, അതിനുശേഷം നമ്മൾ ഇൻവെൻട്രി സെക്ഷനോട്ട് ചെല്ലുവാണെങ്കിൽ അതിൽ വെഹിക്കിൾസിനകത്ത് അതേഴ്സിൽ മെയിനായിട്ട് രണ്ട് കാര്യങ്ങളാണ് അവർ കൊണ്ടുവന്നിരിക്കുന്നത്. ഒന്ന് നമ്മുടെ ഹോഴ്സാണ്. ഓ പവർ ഏതാ ഗൈസ്, കൊള്ളാമല്ലേ. ഇപ്പോൾ നമുക്ക് ഈ ഒരു കളർ അല്ലെങ്കിൽ ഈ ഒരു സ്കിന്നാണ് നമുക്കിപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത്. ഇനി ഇതിൻ്റെ തുടർച്ചയായിട്ടുള്ള ഇതിൽ ഒരു സ്കിന്ന് കൊണ്ടുവരുമായിരിക്കും, ആർ പിയിലോ അല്ലെങ്കിൽ ക്രേഡ്സിലോ എന്തെങ്കിലും കൊണ്ടുവരുമായിരിക്കും. ഇപ്പം നമുക്ക് ഇതാണ് അവൈലബിൾ ആയിട്ടുള്ള. ഇത് കൂടാതെ നമുക്ക് നമ്മുടെ ഇവൻറ്റിൽ വേറെ ഗോസ്റ്റ് റൈഡർ പോലത്തെ ഒരു ഹോഴ്സും കൂടെ നമുക്ക് കിട്ടുന്നുണ്ട്. ഗൈസ്, ഇതുണ്ടല്ലോ, ഇതാണ് നമ്മുടെ രണ്ടാമത്തെ നമുക്ക് കൊണ്ടുവന്നിരിക്കുന്ന ആ ഒരു വെഹിക്കിള്. ഇത് വാട്ടറിൽ മാത്രം ഓടുന്ന ബോട്ട് ആ ഒരു സംഭവമാണ്. ഇത് എനിക്ക് തോന്നുന്നു പേലോടി മാത്രം അവൈലബിൾ ആയിട്ടുള്ളതായിരിക്കും. നമുക്ക് അറിഞ്ഞുകൂടാ, അപ്ഡേഷൻ വന്നു കഴിയുമ്പോഴത്തേക്കും കൂടുതൽ ഡീറ്റെയിൽസ് അറിയാം. ഗൈസ്, മൂന്നാമതായിട്ട് അവർ കൊണ്ടുവന്നിരിക്കുന്നത് നമ്മുടെ ഇൻവെൻട്രി സെക്ഷനിൽ ഏറ്റവും അവസാനം നമ്മുടെ ക്യാരക്ടറിൻ്റെ ഹെയറും ഫേസൊക്കെ ചേഞ്ച് ആക്കാൻ പറ്റുന്നുണ്ട്. അവിടെ നമ്മുടെ ഇന്നർ വേഴ്സിൻ്റെ ആ ഒരു കളറും കൂടെ നമുക്ക് ചേഞ്ച് ആക്കാൻ സാധിക്കുന്നുണ്ട്. ഇത് ഗേൾ ക്യാരക്ടറല്ല, ബോയ് ക്യാരക്ടറിനും ഒരേപോലെ അവർ കൊണ്ടുവന്നിട്ടുണ്ട്. എനിക്കൊന്ന് നമ്മുടെ ഈ ഇവൻറ്റിൽ ആ ഒരു ഡബിൾ ക്യാരക്ടർ ആകുമ്പോഴത്തേക്ക് നമ്മുടെ ദേഹത്ത് ഡ്രസ്സൊന്നും കാണില്ല. ആ ഒരു സമയത്ത് വിസിബിൾ ആവാനായിട്ടായിരിക്കണം അവർ ഇങ്ങനൊരു സാധനം കൊണ്ടുവന്നത്. നേരത്തെ ഉണ്ടായിരുന്നതിനേക്കാളും കുറച്ചുകൂടെ ഒറിജിനാലിറ്റി ആയിട്ട് എനിക്ക് തോന്നി ആ ഒരു കളറ് ചേഞ്ച് ആകാൻ തോറും. എന്തായാലും കൊള്ളാം. ഇതിനെപ്പറ്റിയുള്ള കൂടുതൽ ഡീറ്റെയിൽസ് നമുക്ക് വരുന്ന അപ്ഡേഷനിൽ അറിയാം. ഗായ്സ്, അടുത്ത നമ്മൾ മാച്ചിലേക്ക് നോക്കുകയാണെങ്കിൽ നമ്മുടെ ആ ഒരു സ്പോൺ ഐലൻഡിൽ എല്ലാ ഇവൻറ്റിലും അവർ കൊണ്ടുവരുന്ന പോലെ തന്നെ ആ ഒരു ഡെമ്മി ബിൽഡിങ് അവിടെ ഉണ്ടാവും. ഇതിൽ ഈ ഒരു ബിൽഡിംഗ് ആണ്. ഇത് നൈറ്റ് മോഡ് ആയതുകൊണ്ട് നമുക്ക് അത്ര ക്ലിയർ ആയിട്ടൊന്നും കാണില്ല. എന്തായാലും ഇതാണ് നമ്മുടെ ആ ഒരു സ്പോൺ ഐലൻഡിലെ ആ ഒരു ഡെമ്മി ബിൽഡിങ്. ഗൈസ്, നമ്മുടെ മാച്ച് സ്റ്റാർട്ടാകുന്നത് ഇങ്ങനെ ആയിരിക്കും. അത് കണ്ടില്ല, ബാക്കിലൊരു റെഡ് സ്കൈ വന്നിട്ട് അതിൽ നിന്ന് കുറച്ച് വവ്വാലുകൾ വന്ന് നമ്മുടെ പ്ലെയിനിനെ അറ്റാക്ക് ചെയ്യുന്ന പോലത്തെ ആ ഒരു ആനിമേഷനാണ് അവർ കൊണ്ടുവന്നിരിക്കുന്നത്. ഇപ്പോൾ ഇതിൻ്റെ സൗണ്ടും കാര്യങ്ങളൊന്നും ഇല്ല, വരുന്ന അപ്ഡേഷനിലുണ്ടാവും. ഇപ്പോൾ ബീറ്റാ വേർഷനിൽ എന്തായാലും ആ ഒരു സൗണ്ടും കാര്യങ്ങളൊന്നും ഇപ്പോൾ വന്നിട്ടില്ല. ഗൈസ്, നമ്മൾ മാപ്പിലേക്ക് നോക്കുകയാണെങ്കിൽ 4 ഹോട്ട് ഡ്രോപ്പാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. നമ്മുടെ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ഓഷ്യൻ ഒഡീസി ഇവൻറ്റിൽ ഉണ്ടായിരുന്ന അതേ സ്ഥലങ്ങളിലാണ്. ഗൈസ്, ഇതാണ് നമ്മുടെ ഇതിൻ്റെ അകത്തുള്ള വെയർവൂൾഫിൻ്റെ ആ ട്രൈബൽ ഏരിയ. ഗൈസ്, ഇത് കണ്ടില്ലേ, ആ ഒരു വൂൾഫിനെ കണ്ടില്ലേ, ആ ഒരു വൂൾഫിൻ്റെ സ്റ്റാച്ചു. അപ്പം ആ ഒരു വൂൾഫിൻ്റെ സ്റ്റാച്ചു എന്നൊരു ബ്ലൂ ലൈൻ മേലോട്ട് പോകണുണ്ടല്ലേ, അതുപോലുള്ള സ്റ്റാച്യൂസ് ഇവിടെ ഉണ്ടാവും, ഒരു 4 എണ്ണം. അത് നമ്മൾ ആക്റ്റീവ് ചെയ്യണം. അതിനുവേണ്ടി അവിടെ വയ്ക്കുന്ന ആ ഒരു ബ്ലൂ വൂൾഫില്ലേ, ആ ഒരു ആത്മാവ് എന്നൊക്കെ വേണേൽ പറയാം, ആ ഒരു വൂൾഫിനെ നമ്മൾ ആ ഒരു വഴി കാട്ടി നമ്മൾ ആ ഒരു സ്റ്റാച്ചുവിലോട്ട് കൊണ്ട് എത്തിക്കണം. അപ്പോൾ അവിടെ നമുക്ക് അത്യാവശ്യം ലൂട്ടും കാര്യങ്ങളൊക്കെ കിട്ടുന്നതാണ്. ഗൈസ്, ഇത് കണ്ടില്ലേ, ഇത് നമ്മുടെ രണ്ടാമത്തെ വോൾഫാണ്. ഇതുപോലെ ഒരു 4 എണ്ണം ഉണ്ടാവും. അതിന് നമ്മൾ എല്ലാത്തിനെയും നമ്മൾ ആക്റ്റീവ് ആക്കി ആ ഒരു വോൾഫിൻ്റെ സ്റ്റാച്ചുവിലോട്ട് കൊണ്ട് എത്തിക്കണം. അപ്പം അതെല്ലാം എത്തിച്ചു കഴിയുമ്പോഴത്തേക്കും നമുക്ക് മെയിനായിട്ടുള്ള ആ ഒരു വോൾഫിൻ്റെ ഒരു സ്റ്റാച്ചു നമുക്ക് ഓപ്പൺ ആക്കാനായിട്ട് സാധിക്കും. അതിനകത്ത് നിന്ന് അത്യാവശ്യം ലൂട്ടും കാര്യങ്ങളും പിന്നെ നമുക്ക് ആ ഒരു എബിലിറ്റിയുടെ ആ ഒരു സിറിഞ്ചും കാര്യങ്ങളൊക്കെ കിട്ടുന്നതാണ്. ഗൈസ്, ഇതാണ് നമ്മുടെ മൂന്നാമത്തെ ആ ഒരു വോൾഫ്. അതിന് നമുക്ക് ആ ഒരു സ്റ്റാച്ചുവിലോട്ട് എത്തിക്കാം. ഗൈസ്, ഇത് കണ്ടില്ലേ, ഞാൻ ആ ഒരു വോൾഫിനെ എല്ലാം ആ ഒരു സ്റ്റാച്ചുവിലോട്ട് എത്തിക്കുന്നതിൻ്റെ കൂടെ ആ ഒരു മേളിലായിട്ടൊരു ബ്ലൂ ലൈൻ കണ്ടില്ലേ, അതെല്ലാം ഫില്ലാവും. അതൊരു 4 എണ്ണം ഫില്ലായി കഴിയുമ്പോഴത്തേക്കും നമുക്ക് ഈ ആ ഒരു സെൻറ്റർ ഭാഗത്തായിട്ടൊരു വലിയൊരു ട്രീ ഉണ്ടാവും. ആ ട്രീയുടെ അവിടെ ആയിട്ടൊരു വലിയ സ്റ്റാച്ചു വെച്ചിട്ടുണ്ടാവും, ഒരു വോൾഫിൻ്റെ. ആ ഒരു സ്റ്റാച്ചുവിൻ്റെ അവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് അത് ഓപ്പൺ കൊടുക്കാനായിട്ട് സാധിക്കും. ഗൈസ്, നമുക്കത് ഓപ്പൺ ചെയ്യാം. അത് ഓപ്പൺ ചെയ്യുമ്പോൾ കണ്ടില്ലേ, ആ ഒരു സ്റ്റാച്ചുവിന്ന് ആ ഒരു വലിയൊരു വോൾഫിൻ്റെ ആ ഒരു സോള് വെളി വന്നിട്ട് ആ ഒരു ട്രീക്ക് ചുറ്റും കിടന്ന് കറങ്ങി പുള്ളി മേളിൽ പോയിട്ടങ്ങ് മാഞ്ഞു പോകും. അതാണ് ഇത് ഓപ്പൺ ചെയ്യുമ്പോഴുള്ള ആ ഒരു ആനിമേഷൻ അവർ കൊടുത്തിരിക്കുന്നത്. നമുക്ക് മെയിനായിട്ടും അതിൻ്റെ അകത്ത് നിന്ന് അത്യാവശ്യം ലൂട്ടൊക്കെ കിട്ടുന്നതാണ്. അതിൻ്റെ കൂടെ നമുക്ക് അത്യാവശ്യമായിട്ടുള്ള 2 കാര്യങ്ങൾ, ആ ഒരു വാമ്പയറിൻ്റെ ആ ഒരു വെയർവൂൾഫിൻ്റെയും 2 സിറിഞ്ചാണ്. ഗൈസ്, അത് അവിടുന്ന് മാത്രമല്ല, മെയിൻ ബിൽഡിങ്ങിൽ ചെന്ന് കഴിഞ്ഞാൽ അവിടുന്ന് നമുക്ക് വെറുതെ കിടന്ന് കിട്ടുന്നതാണ് അതൊക്കെ. ഗൈസ്, പിന്നെ ഇത് കണ്ടില്ലേ, ആ ഒരു മെയിൻ ബിൽഡിങ്ങിന് 2 വാതിലാണ് ഞാൻ അവിടെ കാണിച്ചിരിക്കുന്നത്. അവിടെ അല്ലാതെ വേറൊരു സൈഡിൽ ഞാൻ വാതിൽ കണ്ടില്ല. ഗൈസ്, നമ്മൾ ആ ഒരു മെയിൻ ബിൽഡിങ്ങിൻ്റെ സെൻറ്ററിൽ ചെന്ന് കഴിഞ്ഞാൽ നമ്മുടെ ഓഷ്യൻ ഒഡീസിയിലേക്ക് ഉണ്ടായിരുന്ന ആ ഒരു സെറ്റപ്പ് നമുക്കവിടെ കാണാനായിട്ട് സാധിക്കും. സെൻട്രലായിട്ട് ആ ഒരു ബോക്സ്
ഇതിൽ ആ ഒരു റെഡ് സ്മോക്കൊക്കെ പറക്കുന്ന ആ ഒരു ബോക്സാണ് ഇതിൻ്റെ സെൻട്രലായിട്ട് കൊടുത്തിരിക്കുന്ന ഒരു ടൈം ഉണ്ടാവും, 3 മിനിറ്റോ 2 മിനിറ്റോ എന്തോ ഉണ്ടാവും. അത് കഴിയുമ്പോഴത്തേക്കാണ് നമുക്ക് തുറക്കാനായിട്ട് സാധിക്കുക. നമ്മുടെ ട്രൈഡൻറ്റ് എടുക്കാൻ പറ്റുന്ന ആ ഒരു സമയമല്ലേ, അതുപോലെ തന്നെ ഇവിടെ ഒരു ടൈം ഉണ്ടാവും. അത് കഴിയുമ്പോൾ നമുക്ക് അത് ഓപ്പൺ കൊടുത്തിട്ട് നമുക്ക് തുറക്കാനായിട്ട് സാധിക്കും. അതിൻ്റെ അതിന് അത്യാവശ്യം ഡ്രോപ്പ് ലൂട്ടൊക്കെ നമുക്ക് കിട്ടുന്നതായിരിക്കും. ഗൈസ് ഇത് തുറക്കുമ്പോൾ നമുക്ക് നമ്മുടെ ട്രൈഡൻറ്റ് വരുമ്പോഴുള്ള അതേ ലൂട്ടൊന്നും കിട്ടുമെന്ന് പറയാൻ സാധിക്കില്ല. കാര്യം നമുക്ക് P90 ഒന്നും അവിടെ നിന്ന് കിട്ടുന്നില്ല. MG3 MK ഒക്കെയാണ് നമുക്ക് ഇതിൻ്റെ അകത്ത് നിന്ന് കിട്ടുന്നത്. അതുപോലെ തന്നെ വാമ്പയറിൻ്റെയും വെയർവോൾഫിൻ്റെ ആ ഒരു സിറിഞ്ചിൽ നമുക്ക് എത്ര വേണമെങ്കിലും പിക്ക് ചെയ്യാനായിട്ട് സാധിക്കും. ഗൈസ് ഇത് കണ്ടില്ലേ, ഈ ഒരു മെയിൻ ബിൽഡിങ്ങിൻ്റെ മിക്ക സ്ഥലങ്ങളിലുമായിട്ട് നമുക്ക് ഈ ഒരു ഷോപ്പിട്ട് കാണാനായിട്ട് സാധിക്കും. അവിടെ കണ്ടില്ല, അവിടെ വേറൊന്നും ഇരിപ്പുണ്ട്. അതിൻ്റെ പല ഇടങ്ങളിലായിട്ടും ഇഷ്ടംപോലെ ഇരിപ്പുണ്ട്, വെളിയിലും ഇരിപ്പുണ്ട്. അതിന് നമുക്കത് അതിൻ്റെ അടുത്ത് നിന്ന് കഴിഞ്ഞാൽ അത് ഓപ്പൺ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ അകത്ത് ഹൈഡ് ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്, എൻ്റർ ചെയ്യാനായിട്ട് സാധിക്കും. എൻ്റർ ചെയ്ത് അതിൻ്റെ അകത്ത് നമുക്ക് ഇരിക്കാനായിട്ട് സാധിക്കുന്നതാണ്. എനിമീസ് വെളി വന്ന സർപ്രൈസ് കൊടുത്ത് നമുക്ക് അറ്റാക്ക് ചെയ്യാനായിട്ട് സാധിക്കും. അല്ലെങ്കിൽ അത് അറിയാവുന്നവനാണെങ്കിൽ അത് അടിച്ച് പൊട്ടിച്ച് നമ്മളെ കൊന്നിട്ട് പോകും, പിന്നെ പറഞ്ഞിട്ടൊരു കാര്യമില്ല. ഗൈസ് ഇതാണ് ഞാൻ തുടക്കത്തിൽ പറഞ്ഞ നമുക്ക് 2 സ്കിൻ ഉണ്ടെന്ന്. അതിലൊരു സ്കിൻ ഇതാണ്, നമ്മുടെ ആ ഒരു ഗോസ്റ്റ് റൈഡറിൻ്റെ പോലത്തെ ആ ഒരു ഹോഴ്സ്. ഇത് കണ്ടില്ലേ, ഇത് നമുക്ക് മിക്ക സ്ഥലങ്ങളിലും കാണാനായിട്ട് സാധിക്കും. അവിടെ മെയിൻ ബിൽഡിങ്ങിലും ആ ഒരു വെയർവോൾഫിൻ്റെ ആ ഒരു സ്ഥലങ്ങളിലാണെങ്കിലും കാണാനായിട്ട് സാധിക്കും. പിന്നെ നമ്മുടെ സാധാ ആ ഒരു ഹോഴ്സില്ലേ, സാധാ ഹോഴ്സ്, ആ ഒരു ഹോഴ്സിൽ നമുക്ക് ജമ്പ് ചെയ്യാനായിട്ട് സാധിക്കും. പിന്നെ അതിന് ഫീഡ് ചെയ്യാനായിട്ട് സാധിക്കും. കണ്ടില്ലേ, ആ ഒരു സ്വിച്ച് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഫീഡ് ചെയ്യാനായിട്ട് സാധിക്കും. മറ്റേ ഈ ഒരു ഹോഴ്സിൽ നമുക്ക് അതൊന്നും ജമ്പും ബട്ടണോ അതൊന്നും കണ്ടില്ല. അതിപ്പം എന്താണെന്ന് അറിയത്തില്ല, അതിനില്ലാത്തതാണോ അതോ എനിക്ക് കാണിക്കാത്തതാണോ എന്നറിയില്ല. എന്തായാലും ഞാൻ ഈ ഒരു ഹോഴ്സിൽ ആ ജമ്പിങ് ബട്ടണോ ആ ഒരു ഫീഡിങ് ബട്ടണോ ഒന്നും കണ്ടില്ല. ഗൈസ് അടുത്താണ് നമ്മുടെ മെയിൻ സാധനങ്ങളിൽ ഒന്നായ നമ്മുടെ ആ ഒരു വാമ്പയറിൻ്റെ ആ ഒരു സിറിഞ്ച്. നമ്മൾ യൂസ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നമുക്ക് ആ ഒരു എബിലിറ്റി കിട്ടും. എബിലിറ്റി കിട്ടുമ്പോഴത്തേക്കും നമ്മുടെ ആ ഒരു കണ്ടില്ല, റൈറ്റ് സൈഡിൽ താഴെയായിട്ട് നമുക്ക് ആ ഒരു ബട്ടൺ വിസിബിൾ ആവും. അത് ഞെക്കി കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു വാമ്പയറായിട്ട് മാറാനായിട്ട് സാധിക്കും. വാമ്പയർ ആകുമ്പോഴത്തേക്കും ഞാൻ പറഞ്ഞില്ലേ, തുടക്കത്തിലേ പറഞ്ഞിരുന്നു, നമ്മുടെ ഡ്രസ്സൊക്കെ പോകും. അപ്പം നമുക്ക് വിസിബിൾ ആകാനായിട്ട് അവർ കൊണ്ടുവന്നിരുന്നതായിരുന്നു ആ ഒരു നമ്മുടെ ഇന്നർ വെയേഴ്സിൻ്റെ ആ ഒരു കളർ ചേഞ്ചിങ് ഒക്കെ. അപ്പോൾ അത് നമുക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കും. കണ്ടില്ല, നമ്മൾ വാമ്പയറായിട്ട് മാറും. അത്യാവശ്യം പൊക്കത്തിലൊക്കെ ആ ഒരു മരത്തിൻ്റെ പൊക്കത്തിലൊക്കെ പറക്കാനായിട്ടൊക്കെ സാധിക്കും. ഗൈസ് അത് കണ്ടില്ലേ, നമ്മൾ ആ വാമ്പയറായി കഴിയുമ്പോഴത്തേക്കും നമുക്ക് റൈറ്റ് സൈഡ് താഴെയായിട്ട് ആ ഒരു റൗണ്ട് യെല്ലോ റൗണ്ട് സർക്കിൾ ഉണ്ടല്ലേ, ആ ലൈൻ തീരും തോറും നമ്മുടെ എബിലിറ്റി കുറഞ്ഞുകൊണ്ടേ ഇരിക്കും. എബിലിറ്റി കഴിയുമ്പോഴത്തേക്കും നമ്മൾ ഇതിൽ നിന്ന് മാറുന്നതാണ്. നമുക്ക് പിന്നെ യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. പിന്നെ ഇത് കണ്ടില്ല, നമുക്ക് വാമ്പയർ വെച്ച് നമുക്ക് അറ്റാക്ക് ചെയ്യാനായിട്ട് സാധിക്കും. ആ ഒരു റെഡ് സ്മോക്ക് ഇട്ടിട്ട് ഡാമേജ് ഒക്കെ കുറച്ചാണ് കൊടുക്കുന്നത്. എനിമീസിൻ്റെ അടുത്ത് ഇതൊക്കെ കൊണ്ട് ചെന്ന് കഴിഞ്ഞാൽ അമ്മമാരെ അടിച്ച് മാനത്ത് കയറ്റി വിടും. പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല, ഇത് ബോട്ടായതുകൊണ്ട് ഞാൻ നിങ്ങളെ കാണിച്ചു തരുന്നതാണ്. കുറച്ചായിട്ടേ ഡാമേജ് കൊടുക്കുന്നുള്ളൂ. പിന്നെ ഗൈസ് അത് നമുക്ക് ആ ഒരു ഫയറിംഗ് ബട്ടൺ റീലോഡ് ആകാനായിട്ട് 1 2 3 അവിടെ കാണിക്കുന്നുണ്ടല്ലേ, അപ്പം അതുപോലെ അത് റീലോഡ് ആകാനായിട്ട് സമയം എടുക്കും. പക്ഷേ പെട്ടെന്ന് റീലോഡ് ആകുന്നുണ്ട്, നമുക്ക് പെട്ടെന്ന് യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. ഗൈസ് അടുത്താണ് നമ്മുടെ മെയിൻ സാധനത്തിൻ്റെ അടുത്തായിട്ടുള്ള ആ ഒരു വോൾഫ് സാൽവ് എന്ന് പറഞ്ഞൊരു സിറിഞ്ച് ഉപയോഗിച്ച് നമുക്ക് ഒരു വെയർവോൾഫായിട്ട് ആ ഒരു എബിലിറ്റി നമുക്ക് എടുക്കാനായിട്ട് സാധിക്കും. ആ ഒരു എബിലിറ്റി വന്നു കഴിയുമ്പോൾ നമുക്ക് നേരത്തെ വാമ്പയറിൻ്റെ അവിടെ റൈറ്റ് സൈഡിൽ താഴെ വന്ന അതേ ഒരു സ്വിച്ച് നമുക്ക് വെയർവോൾഫിനും വരുന്നതായിരിക്കും. ആ ഒരു സ്വിച്ച് കഴിഞ്ഞാൽ നമുക്ക് വെയർവോൾഫായിട്ട് മാറാൻ സാധിക്കും. ഗൈസ് ഈ 2 എബിലിറ്റിയും എനിക്ക് വലിയ യൂസ്ഫുൾ ആയിട്ടൊന്നും തോന്നുന്നില്ല. അറ്റാക്കിങ്ങിനൊക്കെ ആണെങ്കിൽ യൂസ്ഫുൾ ആകത്തൊന്നുമില്ല. ബോട്ടിനടുത്ത് നമുക്ക് എന്തും കാണിക്കാമല്ലോ, അതുപോലൊന്നുമല്ല എനിമീൻ്റെ അടുത്ത് ചെല്ലുമ്പോൾ അവന്മാർ അടിച്ചുറക്കും. അതുകൊണ്ട് അറ്റാക്കിങ്ങിലായിട്ടൊന്നും എനിക്ക് യൂസ്ഫുൾ ആയിട്ട് തോന്നുന്നില്ല. പിന്നെ യൂസ്ഫുൾ ആയിട്ട് തോന്നുന്നു വെച്ച് കഴിഞ്ഞാൽ അത്യാവശ്യം നമുക്ക് ഏതെങ്കിലും ഘട്ടങ്ങളിൽ നമ്മൾ എനിമീസിൻ്റെ അടുത്ത് നിന്ന് രക്ഷപ്പെടാനോ അത് ഫുൾ സ്കോഡിന് പുഷ് ചെയ്യുമ്പോൾ നമുക്കൊന്ന് ബാക്കോട്ട് വലിയാനോ അല്ലെങ്കിൽ അത്യാവശ്യമായിട്ട് സോണിൽ കയറാനോ ഉള്ള ഒരു സാഹചര്യമൊക്കെ വെക്കുമ്പോഴത്തേക്കും നമുക്കിത് യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. വാമ്പയറിൻ്റെ പോലെ തന്നെ വെയർവോൾഫിനും ആ ഒരു താഴെ ആ ഒരു യെല്ലോ സർക്കിൾ ഉണ്ടല്ലേ, അത് മായും തോറും നമ്മുടെ എബിലിറ്റി പൊക്കോണ്ടിരിക്കും. അത് കഴിയും തോറും നമ്മുടെ എബിലിറ്റി തീരും. അതിൻ്റെ മേളിലത്തെ ആ ഒരു സ്വിച്ച് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വെയർവോൾഫിനെ ഒന്ന് ബൂസ്റ്റ് ചെയ്യാനായിട്ട് സാധിക്കും. ആ ഒരു ബൂസ്റ്റിംഗ് ടൈം നമ്മുടെ ആ ഒരു താഴെ ലെഫ്റ്റ് സൈഡിൽ ആ ഒരു ഗ്രീൻ കളർ കണ്ടില്ലേ, ആ ഒരു സമയത്തിനുള്ളിൽ നമുക്ക് ഇത്ര ഡിസ്റ്റൻസ് നമുക്ക് സ്പീഡിൽ ഓടാനായിട്ട് സാധിക്കും. അത്യാവശ്യം സോണിക്കാറിൻ്റെ വല്ല ഘട്ടങ്ങളിലാണെങ്കിൽ നമുക്കിത് യൂസ് ചെയ്യാം.
അല്ലെങ്കിൽ ഇത് കണ്ടില്ലേ, അതൊരു സമയം കഴിയുമ്പോഴത്തേക്കും നമ്മൾ ആ ഒരു സാധാ സ്പീഡിലേക്കായിരിക്കും പോകുന്നത്. ഗൈസ് പിന്നീട് ഇത് കണ്ടില്ലേ, സ്ക്രീനിൽ ആ റൗണ്ടിനകത്ത് കാണുന്നില്ലേ ഒരു റെഡ്, അത് ഞാൻ ഈ സ്ക്രീനിൽ കാണിക്കുന്ന ആ ഒരു സാധനമാണ്. അത് നമ്മൾ ആക്റ്റീവ് ആയി കഴിയുമ്പോഴത്തേക്കും നമുക്ക് ആ ഒരു ക്രിംസൺ ജെം എന്ന് പറഞ്ഞൊരു ആ 100 കിട്ടും. അത് നമുക്ക് ഷോപ്പിൽ കൊണ്ടുവന്ന് നമുക്ക് റീസ്പോൺ കാർഡും അതുപോലെ തന്നെ ആ ഒരു വാമ്പയറിൻ്റെ ആ ഒരു സിറിഞ്ചും കിട്ടും. ഇതുണ്ടല്ലോ നമ്മൾ ആ സ്ക്രീനിൽ കാണിച്ച കണക്ക് ആ മാപ്പിൽ ഡ്രോപ്പിൻ്റെ ആ ഒരു ചിഹ്നം കാണിക്കുക. അതിവിടെ വന്നു കഴിഞ്ഞാൽ ആ ഒരു വാമ്പയറിൻ്റെ ആ ഒരു സ്റ്റാച്ചു കാണും. നമ്മൾ ആക്റ്റീവ് ആയി കഴിയുമ്പോഴത്തേക്കും അവിടെ ഫുള്ള് ആ റെഡ് സ്മോക്ക് കൊണ്ട് നിറയും. അത് ആ ഒരു ആക്റ്റീവായി കഴിയുമ്പോഴത്തേക്കും നമ്മൾ അതിൻ്റെ ആ ഒരു പരിസരത്തായിട്ട് നമുക്കൊരു 5-6 ചെസ്റ്റ് കാണാനായിട്ട് സാധിക്കും. ആ ഒരു ചെസ്റ്റ് എല്ലാം നമ്മൾ ഓപ്പൺ ചെയ്യുവാണെങ്കിൽ നമുക്ക് അത്യാവശ്യം അതിൽ നിന്ന് ലൂട്ടൊക്കെ കിട്ടുന്നതായിരിക്കും. ഇത് കണ്ടില്ല, ഒരു 5-6 ചെസ്റ്റ് എന്താ അവിടെ ഉണ്ട്. ഞാനിപ്പോൾ ഒറ്റയ്ക്കാണ്ടാണ് എല്ലായിടം കിടന്ന് ഞാൻ ഓപ്പൺ ചെയ്യുന്നത്. നമ്മുടെ ടീംമേറ്റ്സ് ഒക്കെ ഉണ്ട്, നിമിഷ നേരം കൊണ്ട് അമ്മരെല്ലാം അറിയാമല്ലോ, അമ്മരെല്ലാം ഓപ്പൺ ചെയ്ത് തീർക്കും. നമ്മൾ റീസ്പോണായി വരുന്ന സമയത്താണ് ഈ ഒരു സ്റ്റാച്ചും കാര്യങ്ങളൊക്കെ അവൈലബിൾ ആകുന്നെങ്കിൽ നമുക്ക് നല്ലോണം ഉപകാരപ്പെടും. നമുക്ക് അത്യാവശ്യം മാനോട്ടുള്ള ലൂട്ടൊക്കെ ഇതിൽ നിന്ന് കിട്ടുന്നതായിരിക്കും. ഗായ്സ്, അപ്പോൾ ഇത്രയുള്ള നമ്മുടെ കുഞ്ഞു വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അടുത്ത വീഡിയോ ആയിട്ട് കാണും വരെ ബൈ ബൈ.